എം ജയചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാനും കഴിയും. കാരണം ഈ വിഷയം ഉണ്ടായപ്പോൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിലയിരുത്തൽ എന്നുള്ളത് മാത്രമല്ല, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് പാറ്റേണിൽ വന്ന ഒരു ദിശാമാറ്റമുണ്ട്. അതിൽ വളരെ അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. വളരെ കൃത്യമായ ചില രാഷ്ട്രീയം അതിൻ്റെ മുന്നിൽ ഉണ്ട് താൻ. ഇത് മനസ്സിലാക്കാതെ കൃത്യമായി KPCCയും കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ്, കടക്ക് പുറത്ത് നിലപാടാണ്, അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ബാലിശമായ ചില വാദങ്ങൾ. കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ആ ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച വിഷയം, അതിന് മറുപടി പറയേണ്ട, കൃത്യമായ മറുപടി പറയാനുള്ള ബാധ്യത കോൺഗ്രസിനില്ലേ? മതനിരപേക്ഷതയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഈ അപകടകരമായ സാഹചര്യത്തെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നയം മാറ്റേണ്ടതല്ലേ ശ്രീ എം ജയചന്ദ്രൻ? സിജു, CPM-ൻ്റെ നേതൃയോഗങ്ങളിൽ നിന്ന് സമാപിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിലയിരുത്തലിൽ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തിൽ, മാധ്യമ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് CPM നേതൃയോഗങ്ങൾ വിലയിരുത്തിയത് വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. പക്ഷേ 3:15 കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം അവസാനിച്ച് അദ്ദേഹം മടങ്ങിയതിന് ശേഷം മുതൽ ചാനലുകൾ, പലരും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ സ്ക്രോൾ ചെയ്ത് നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? പിണറായി വിജയൻ്റെ എതിരായ ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുത്തലുകളൊന്നും CPIM നേതൃയോഗങ്ങൾ വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായി, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഇതൊക്കെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീ PM നിയാസ് ഈ ചർച്ചയിലും പറയുന്നത് എന്താണ്? പിണറായി വിരുദ്ധതയെ സംബന്ധിച്ചാണ് CPIM നേതൃയോഗം തെറ്റുതിരുത്തണം. അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിയാസ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ CPM നേതൃയോഗത്തിന് അവർക്ക് കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതല്ല, നിങ്ങൾ പിണറായിയെ ഹിംസിക്കാനുള്ള തീരുമാനങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നും ചോദിക്കുന്നത്. അതുതന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ തുടങ്ങി നാളെ മുതൽ തുടരാൻ പോകുന്ന നയം എന്താണ് എന്നുള്ളതുകൂടെ ശ്രീ നിയാസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ നയമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ 1991 കൃത്യമായി പറയുകയാണെങ്കിൽ 91 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചാണ് നടന്നത്. നയനാർ മന്ത്രിസഭ 4 വർഷം പ്രായമുള്ളപ്പോൾ പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ തീരുമാനിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണമുണ്ടായ വർഷം. അന്നാണ് കുപ്രസിദ്ധമായ കോലീബി സഖ്യം ഉണ്ടായത്. വടകരയിലും ബേപ്പൂരിലും, വടകരയെ പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും. അതിൽ മത്സരിച്ച ചരിത്രമൊന്നും ഞാൻ പറയേണ്ടതില്ല. അതിൻ്റെ വളരെ സമർത്ഥവും സമഗ്രവുമായൊരു പുനരാവിഷ്കാരമാണ് 2024 കോൺഗ്രസ് കേരളത്തിൽ നടത്തിയത് എന്നാണ് ഞാൻ പറയുക. അതിന് എല്ലാ വസ്തുതകളും അത് അക്കാര്യം സംബന്ധിച്ച് പറയാൻ ഉണ്ട്. അതിരിക്കട്ടെ, അത്രയും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യം ഈ ചർച്ചയിൽ പോകുന്ന സമയമില്ലാത്തതുകൊണ്ട് വരുന്നില്ല. എന്നാൽ ചുരുക്കി പറയാവുന്ന കാര്യം, ആ കോലീബി സഖ്യം ഇത്തവണ വേറൊരു രൂപത്തിലാണ് പ്രവർത്തിച്ചത്. എങ്ങനെയാണ്? BJPയുടെ പണം പ്ലസ് കോൺഗ്രസിൻ്റെ സ്വാധീനം, ഇത് രണ്ടുമാണ് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർക്ക് ഞെട്ടലോടെ തിരിച്ച് ചോദിക്കാം, നിങ്ങളെന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് പണം തരാതെ പിടിച്ചുവെച്ച BJP കേന്ദ്രത്തിൽ, ആ BJPയായിട്ട് ഞങ്ങളിവിടെ ചേർന്നു പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നിപ്പോൾ തന്നെ മറുപടിയും വന്നേക്കാം. ആയിക്കോട്ടെ, ഞാൻ അത്ര മറുപടിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. അതാണ് നടന്നത്. അത് ഏത് മണ്ഡലങ്ങളിലും നോക്കിക്കോളൂ, 20 മണ്ഡലങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ, അതുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായി വന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, 1 തൃശ്ശൂർ, 2 തിരുവനന്തപുരം. തെളിവ് വീണ്ടും തരാം, ഉണ്ട്. അതാണ് സംഭവിച്ചത്. ആലപ്പുഴയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ശ്രീ PP ചിദംബരം MLA സൂചിപ്പിച്ചല്ലോ ഹരിപ്പാടടക്കമുള്ള കാര്യങ്ങൾ. അത് CPM-ൻ്റെ ജില്ലാ ഘടകം പരിശോധിക്കാനും പോവുകയാണ് അദ്ദേഹം പറഞ്ഞല്ലോ. പരിശോധിക്കും, എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള വളരെ അതിശക്തമായൊരു അണ്ടർ കറണ്ട് കേരളത്തിലുടനീളം പ്രവർത്തിച്ചതിൻ്റെ ചരിത്രം ഇനി കേരളം അനാവരണം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ CPM നേതൃയോഗം
പിന്നെ പരിഗണിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 5 ദിവസം നേതൃയോഗത്തിൽ അത്തരം ചർച്ചകൾ വന്നിട്ട് തന്നെയുണ്ട്. അത് വിശദാംശങ്ങളോടുകൂടി പുറത്തു വരുന്നത് CPM-ൻ്റെ ഇത് സംബന്ധിച്ച സമീപന രേഖ അല്ലെങ്കിൽ പാർട്ടി രേഖ, പാർട്ടി കത്ത് ഒക്കെ വരുമ്പോഴാണ് പുറത്തേക്ക് വിശദമായി അറിയുക. പക്ഷേ ഇതാണ് അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് സുവ്യക്തമായി തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദ മാഷുടെ പത്രസമ്മേളനത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, പിന്നെ കേരളത്തിലെ മുഴുവൻ ലോക്കൽ തലത്തിലും ലോക്കൽ കമ്മിറ്റി തലത്തിലും ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധേയമായ പിന്നെ ഒരു പിന്നെ തീരുമാനമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. കാരണം ഞാൻ പിന്നെ നേരത്തെ സിജു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈരളിയിലടക്കം മറ്റു ചില ചാനലുകളിലും പറഞ്ഞതല്ല എൻ്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നത്, പിന്നെ നമ്മുടെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ മലപ്പുറവും പൊന്നാനിയും ഒഴികെ ബാക്കി 18 മണ്ഡലങ്ങളിലും ഇൻക്ലൂഡിങ് വയനാട് പിന്നെ ഇത് ഇടതുപക്ഷത്തിന് 3 ലക്ഷം ബേസ് വോട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടിരുന്നത്. അതങ്ങനെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് 2019 ജൂലൈയിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് 2021 ഓഗസ്റ്റിലും CPIM സ്വീകരിച്ച സമീപന രേഖകളിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പിന്നെ ഓരോ മണ്ഡലത്തിലെയും വോട്ട് ഷെയർ ഉൾപ്പെടെ വ്യക്തമായി വിവരിച്ചിട്ടുമുണ്ട്. അതിലും ഈ 3 ലക്ഷം ബേസ് വോട്ട് കാണാം. ഈ 3 ലക്ഷം ബേസ് വോട്ടിൽ 2019 വലിയ തോതിൽ ചോർന്നു പോയ കുറേ വോട്ടുകളുണ്ട് ബേസ് വോട്ടിൽ. ആ ബേസ് വോട്ട് 2024 തിരിച്ചു വരും. പ്ലസ് പിന്നെ ഓരോ മണ്ഡലത്തിലും CPM-ന് അഡീഷണലായി കിട്ടാൻ ഇടയുള്ള വോട്ടുകൾ ഇത് ചേർക്കുമ്പോഴാണ് 6 മുതൽ 11 വരെ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയും എന്നൊരു നിഗമനത്തിലേക്ക് CPM എത്തിയിരുന്നത്. ഞാനും അതൊക്കെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ചാനൽ ചർച്ചകൾ ഞാനത് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെയല്ല. സ്വാഭാവികമായും നമ്മുടെ ആ ധാരണയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുക തന്നെ ചെയ്തു. ഞാനത് ഓരോ മണ്ഡലവും എടുത്ത് തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ഞാനീ പറഞ്ഞ കോലീബി സഖ്യത്തിൻ്റെ പുതിയ പതിപ്പ് 2024 BJP രഹസ്യ സഹായത്തോടുകൂടി